ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് പി ശശി എന്ന PV അൻവർ. മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഇന്നലെയാണ് ഈ ഫയൽ വന്നത്. ഈ ഫയൽ നീക്കം വൈകിയതിന് പിന്നിൽ പി ശശിയാണെന്നും PV അൻവർ 24നോട് പറഞ്ഞു. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. PV അൻവർ MLA 24നോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം ADGPക്കെതിരെ വിജിലൻസിന് അന്വേഷണം വന്നിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ആരോപണം ഉന്നയിച്ചു, ദിവസങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴാണ് വരുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് നല്ല തീരുമാനമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നിലിപ്പം പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു അനുമതിയില്ലാതെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാതെ, സർക്കാരിനെ അറിയിക്കാതെ സുജിത് ദാസ് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ആ വിഷയം ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. അത് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്താൻ വേണ്ടി പലരിൽ നിന്നായി പണം പിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക അഴിമതി നടത്താനുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. അതും കൂടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനപ്പെട്ട DGPക്ക് താൻ കത്ത് നൽകും. അത് ഗവൺമെൻറ് പരിഗണിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ അന്വേഷണം തുടങ്ങാൻ ഒരുപാട് വൈകിപ്പോയോ? അല്ല, വൈകിപ്പോയതിൻ്റെ കാരണം ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്നത്തെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഈ 6-7 ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു? ആരാണിത് പിടിച്ചു വെച്ചത്? ഈ പൊതുസമൂഹത്തിൻ്റെ മുകളിൽ അനാവശ്യമായി ഗവൺമെൻറ്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആളുകൾക്ക് സംസാരിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി കൊടുത്തു. ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഇത്രയും ദിവസം പിടിച്ചു വെച്ചതിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി നടത്തുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതിൻ്റെ അവസാനത്തെ തെളിവാണിത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇത് പൂഴ്ത്തി വെച്ചതെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അല്ലാതെ വേറെ ആര്? അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഇതിൻ്റെ ഡിലേയുടെ കാരണം ഇത്രയും മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത് എന്ന് ഒരു പത്രക്കുറിപ്പെങ്കിലും അദ്ദേഹം കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ലല്ലോ. അതിൽ നിന്നും കൂടി എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇത് ഡിലേ ആക്കുക എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഈ അദ്ദേഹത്തിന് ഇതിലൂടെയുള്ള ഒരു മെച്ചം എന്താ? ഇത് ഈ ഇങ്ങനെ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു, ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്നു, ഇതിലൂടെ ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താണ്? അല്ല, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മെച്ചം എന്താണെന്നല്ലേ കേരള ജനത ആലോചിക്കട്ടെ. പാർട്ടിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. പാർട്ടി അത് അന്വേഷിക്കട്ടെ. വെറുതെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യോ? പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ പറയുന്നത് പോലെ ഈ അനാവശ്യമായ അപരാധങ്ങൾ കേൾക്കാനും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കാനും അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് പർപ്പസ്ഫുള്ളി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും. അതാണ് പാർട്ടി അന്വേഷിക്കേണ്ടത്. അത് എൻ്റെ ഉത്തരവാദിത്തമല്ല, അത് പാർട്ടിയാണ് നോക്കേണ്ടത്. ഈ പലപ്പോഴും പലതരത്തിലുള്ള അന്വേഷണം നേരിടുന്നവർ ഒരുപക്ഷെ മാറി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നടപടി എടുക്കാറുണ്ട്. ഇപ്പോൾ ADGP ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. എന്താണ് പറയാനുള്ളത്? ADGP അവിടെ തുടരാൻ പറ്റില്ല. ഞാൻ ഈ തുടരുക എന്നതല്ല. വിജിലൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. അത് വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അന്വേഷിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണം. മാറ്റി നിർത്തുന്ന സമയം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശാശ്വതമായിട്ട് ശിക്ഷാ നടപടിയൊന്നുമല്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം. ഏതായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ഒപ്പം തന്നെ ADGP അടക്കമുള്ളവരെ മാറ്റി നിർത്തണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് PV അൻവർ MLA ആരോപിക്കുന്നത്.